വെനസ്വേലയിലെ അമേരിക്കൻ അതിക്രമത്തിൽ ഇന്ത്യ അമേരിക്കക്കെതിരായ നിലപാട് സ്വീകരിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് മുസ്ലിം പണ്ഡിതനായ കാന്തപുരം ഉസ്താദ്. കാന്തപുരത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ ഇത്രയും അർഹതയുള്ള ഒരാൾ ഇന്ത്യയിൽ വേറൊരാൾ ഉണ്ട് എന്ന് തോന്നുന്നില്ല. അവസാനം നടന്ന നിമിഷപ്രിയ വിഷയത്തിലടക്കം നമ്മൾ കണ്ടതാണ്. ഒരു ഗവൺമെന്റിന് പോലും അസാധ്യമെന്ന് തോന്നുന്ന വളരെ സങ്കീർണമായ ഒരു വിഷയത്തെ തന്റെ നയതന്ത്ര കഴിവ് കൊണ്ട് പരിഹരിക്കാനുള്ള അദ്ദേഹത്തിന്റെ പാടവത്തെ ഒരിക്കലും നമുക്ക് പറഞ്ഞ് പ്രതിഫലിപ്പിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ കേരള യാത്ര നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടാകുന്നത്. ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗം ആളുകളും അദ്ദേഹം ചേർത്ത് പിടിക്കുന്ന മനുഷ്യരോടൊപ്പം എന്നുള്ള പ്രമേയത്തിലാണ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ആ യാത്രയോടും അതിന്റെ പ്രമേയത്തോടും 100% കൂറു പുലർത്തുന്ന പ്രസ്താവനയാണ് ഇത് എന്ന് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയപ്പോഴേക്കും അദ്ദേഹത്തിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് കമന്റുകളും പോസ്റ്റുകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. ചിലതൊക്കെയും മെറിറ്റിൽ നിന്നുകൊണ്ടല്ലാതെ അന്ധമായ മുസ്ലിം വിരോധത്തിന്റെ പേരിൽ ഉണ്ടാകുന്നതാണ്. ഒരു മതത്തോടുള്ള വിരോധത്തിന്റെ പേരിലാണ് അത്തരമൊരു പോസ്റ്റുകളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ചില പോസ്റ്റുകൾ മെറിറ്റിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അതിലവർ ചോദിക്കുന്നത്, ഈ പറയുന്ന വെനസ്വേലയുടെ പ്രസിഡന്റിനെ അമേരിക്ക പിടിച്ചുകൊണ്ടുപോകുന്നത് നാർക്കോ ടെററിസം ആരോപിച്ചുകൊണ്ടാണ്. മയക്കുമരുന്നിനെതിരെയുള്ള അമേരിക്കയുടെ പോരാട്ടത്തിന്റെ ഭാഗമെന്ന നിലയിലാണ് ഈ ഒരു നടപടിയെ അവർ ന്യായീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് എന്തെങ്കിലും വാസ്തവമുള്ളതാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അമേരിക്കക്ക് മയക്കുമരുന്നിനോടുള്ള നിലപാടിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? നമുക്കറിയാം, അഫ്ഗാനിസ്ഥാൻ ഒരുപാട് കാലം അമേരിക്കയുടെ കീഴിലായിരുന്നു. ഒന്നാം താലിബാൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്ന് യഥാർത്ഥത്തിൽ ലോക ഒപ്പിയം പ്രൊഡക്ഷന്റെ 70% അഫ്ഗാനിസ്ഥാനായിരുന്നു സംഭാവന ചെയ്തിരുന്നത്. പക്ഷേ താലിബാൻ ഭരണത്തിൽ വന്നതോടുകൂടി, താലിബാനെ ന്യായീകരിക്കുകയോ അവരെ ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കുകയോ ചെയ്യുന്നതല്ല, പക്ഷെ താലിബാൻ ഭരണത്തിൽ വന്നതോടുകൂടി ഒപ്പിയം പ്രൊഡക്ഷൻ 90% കുറഞ്ഞു എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ശേഷം 2001 വീണ്ടും അമേരിക്കൻ ആധിപത്യം അഫ്ഗാനിസ്ഥാനിൽ നിലവിൽ വരികയുണ്ടായി. 2001 മുതൽ 2021 വരെയുള്ള അമേരിക്കൻ ആധിപത്യ കാലത്തെ കണക്കുകൾ പരിശോധിച്ചാൽ കൃത്യമായി ബോധ്യപ്പെടും, ഒപ്പിയം പ്രൊഡക്ഷൻ നിലവിൽ താലിബാൻ സർക്കാർ ഉണ്ടാക്കി വെച്ച എല്ലാ നിയന്ത്രണങ്ങളെയും എടുത്തു കളഞ്ഞ് ലോകത്തെ മൊത്തം പ്രൊഡക്ഷന്റെ 93% വരെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് വീണ്ടും താലിബാൻ സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി വീണ്ടും നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. ഇപ്പോൾ അത് ഒറ്റ സംഖ്യയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ മയക്കുമരുന്നിനോടുള്ള നിലപാടിലെ ആത്മാർത്ഥതയെ ചൂണ്ടിക്കാണിക്കാൻ ഇതിനും വലിയൊരു തെളിവ് ആവശ്യമുണ്ട്. ഇവരുടെ വാക്കുകൾ കേട്ട് അത് വിശ്വസിച്ച് ഒരു നിലപാട് സ്വീകരിക്കാൻ നമുക്ക് പറ്റുമോ? മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, നിയമപരമായി അമേരിക്ക ചെയ്യുന്നത് ശുദ്ധ തോന്നിവാസമാണ് എന്നുള്ളതാണ്. ലോകരാജ്യങ്ങൾ അംഗീകരിച്ച, അമേരിക്ക പോലും അംഗീകരിച്ച UN ചാർട്ടറിന്റെ ആർട്ടിക്കിൾ 2 ക്ലോസ് 4 അനുസരിച്ച് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ ഇടപെടുന്നതും അവിടുത്തെ ഭരണാധികാരിയെ അറസ്റ്റ് ചെയ്യുന്നതുമൊക്കെ നിയമവിരുദ്ധമാണ്. ഈ നിയമവിരുദ്ധമായ നടപടിയെ എന്ത് ന്യായീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പിന്തുണക്കാൻ സാധിക്കുക?